ഹായ് മോർണിംഗ്. തലേ ദിവസത്തെ ക്ഷീണം മാറ്റി 202 റൂമിൽ നിന്ന് ഞാൻ രാവിലെ 5 മണിക്ക് ഞാൻ ഇറങ്ങി. ഹോട്ടൽ നല്ല ഭംഗിയുള്ള കോറിഡോറാണ്. ഇരുവശത്തും വെച്ചിട്ടുള്ള പെയിൻറ്റിങ്സ് നല്ല കൗതുകമുണർത്തുന്നു. അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പോകാനുള്ള യാത്രയ്ക്ക് സമയം കൂടുതലെടുക്കും. പെട്ടെന്ന് ഹോട്ടലിലെ കോണിപ്പടികൾ ചാടി ഇറങ്ങി ഞാൻ താഴെ റിസപ്ഷനിലെത്തി. അത്ഭുതം എന്ന് പറയട്ടെ, സാധാരണ ഹോട്ടലിൽ ഈ സമയത്തൊന്നും എല്ലാവരും ഉറക്കത്തിലാവും റിസപ്ഷനിലെ ആൾക്കാരൊക്കെ. പക്ഷേ ഇവിടെ മാത്രം റിസപ്ഷനിൽ എപ്പോഴും ആളുകളുണ്ട്. ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ യാത്ര തിരിക്കുന്നത്. നമുക്ക് ചാമുണ്ഡി ഹിൽസിലാണ് പോകാനുള്ളത്. അപ്പോൾ പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ അടുത്തുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്തേക്കൊന്ന് പോവാം. അവിടെ പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡ് കാണാം. നമുക്ക് അവിടെ നിന്ന് പോവാം. പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയി നോക്കാം. सर वन चामुंडी हिल्स है. डोंट नो कन्नड़ा. बात करके यहाँ से कितना होगा ज़रूर? पॉइंट नहीं हाँ, उसके पास कोई होगा पॉइंट? उसका पास कोई? इधर ओला वगैरह है क्या? ഓല ബുക്ക് ചെയ്യാനാണ് പറയുന്നത്. ഒരാളെ 200 റുപ്യക്ക് സമ്മതിച്ചിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ. അവൻ്റെ പിന്നിലൊന്ന് പോയോ കേട്ടോ. ഓട്ടോറിക്ഷ കയറിയിട്ടുണ്ട്.
പാകമായിട്ടില്ല. ലോ ലൈറ്റാണ്, തൂക്കിയെടുത്ത് കാര്യമില്ല എന്ന് പറഞ്ഞാലും എന്താ പറയുന്നത്. ಏನಣ್ಣ ಅಲ್ಲ ನೀನೇ ನೋಡ್ತಿದ್ಯಾ, ಅದಕ್ಕೆ ನಾನು ನಿಲ್ಲಿಸ್ದೆ. ಅದೇ ಏನಕ್ಕೆ ನೋಡ್ತಿದ್ದೀರಾ ಅಂತ. ನೀನ್ ರಾಂಗ್ ಅಲ್ಲಿ ಬಂದಲ್ಲ ಅದಕ್ಕೆ. ಏನಕ್ಕೆ ನೋಡ್ತೀನಿ ನೀನು ರಾಂಗ್ ಅಲ್ಲಿ ಬಂದ್ಬಿಟ್ಟು. ഞാൻ കുടുങ്ങി അത്ര കൂടെ നന്നെ നോടൂ എന്ന് പറഞ്ഞാൽ നീന് ഇത് നോക്കേണ്ടെന്ന് പുല്ല എന്നൊക്കെയാണ് പറയുന്നതെന്നാണ് നമ്മളെ ഭാഷയിൽ തോന്നുന്നത്. ഇവിടെ മുഴുവൻ എടുത്ത് കഴിഞ്ഞാൽ പറ്റില്ല എന്ന് എന്തൊക്കെ പറയണോ, ഞാൻ ഇനി ഇടപെടണാവോ. ഏയ് ഓയ് ഏയ് ചെങ്ങന്മാര് മനുഷ്യൻ കുടുങ്ങി. വീട്ടിൽ യാത്ര ചെറിയ യാത്രകളുണ്ട്. മൈസൂർ ഇപ്പോഴും വെളിച്ചം വന്നിട്ടില്ല, മോർണിംഗ് ആയിട്ടില്ല. ഭയങ്കര ലക്ഷത്തിലെന്നാ തോന്നുന്നു. ഒലവിൽ നോക്കിയപ്പോൾ 207 ഏകദേശം 1000 രൂപയാണ്. നമുക്ക് ചെന്നൈ എവിടെ കൊണ്ടുവിടാന്നൊരു ഐഡിയ ഇല്ല. आहिस्ता आहिस्ता स्लो स्लो प्लीज स्लो ಟೈಮ್ ಆಗುತ್ತೆ. 12 ಕಿಲೋಮೀಟರ್ ಇದೆ, ಬರ್ಬೇಕು ನಾನು. ഓഹോ 12 കിലോമീറ്റർ പോയി തിരിച്ചു വരണം എന്നാ പറയുന്നത്. ശരിയല്ല. ನೋಡು ನೋಡು ಕಣ್ಣಾರ ನಿಂತಿಹಳು, ನಗು ನಗುತ್ತಾ ಚಾಮುಂಡಿ ನಿಂತಿಹಳು. ತಾಯಿ ಹೃದಯ ತಂದ ತುಂಬು ಮಮತೆಯಿಂದ, ಬಾ ಇಲ್ಲಿ ಓ ಕಂದ
ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടിട്ടില്ല, നമുക്ക് കഴിയുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റും. ನೋಡು ನೋಡು ಕಣ್ಣಾರ ನಿಂತಿಹಳು ನಗು ನಗುತ್ತಾ ಚಾಮುಂಡಿ ನಿಂತಿಹಳು. ദർശൻ ടൈമാണെന്നൊന്നും അറിയില്ല. കുറേ കാലത്തെ ആഗ്രഹമാണ് മൈസൂർ വരുമ്പോൾ ചാമുണ്ഡി ഹിൽസ് പോകണമെന്ന്. പക്ഷേ ഓഫീഷ്യൽ കാര്യത്തിനായതുകൊണ്ട് വരുന്നതായതുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തത്. ഇക്കുറി അങ്ങനെ ഒരു ചാൻസ് കിട്ടി. ನೋಡು ನೋಡು ಕಣ್ಣಾರ ನಿಂತಿಹಳು ನಗು ನಗುತ್ತಾ ಚಾಮುಂಡಿ ನಿಂತಿಹಳು. വന്ന ഓട്ടോറിക്ഷയാണ്. അയാളെ തിരിച്ച് ആളെ കെട്ടാൻ വേണ്ടി കാത്തിക്കുക. ನೋಡು ನೋಡು ಕಣ್ಣಾರ ನಿಂತಿಹಳು ನಗು ನಗುತ್ತಾ ಚಾಮುಂಡಿ ನಿಂತಿಹಳು. ತಾಯಿ ಹೃದಯ ತಂದ ತುಂಬು ಮಮತೆಯಿಂದ ಬಾ ಇಲ್ಲಿವೋ ಕಂದ ಎನ್ನುತ್ತಿಹಳು. ಕೈ ಬೀಸಿ ಬಳಿಗೆ ನಮ್ಮ ಕರೆದಿಹಳು. ನೋಡು ನೋಡು ಕಣ್ಣಾರ ನಿಂತಿಹಳು ನಗು ನಗುತ್ತಾ ಚಾಮುಂಡಿ ನಿಂತಿಹಳು. ചാമുണ്ഡി അമ്മേനെ രാവിലെ തന്നെ ദർശനം നടത്തി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലൂടെ വന്ന ഞാൻ അമ്പലം അടച്ചത് കണ്ട് ആകെ വിഷമത്തിലായി. പിന്നെയാണ് മനസ്സിലായത് 7:30 തൊട്ട് ആണ് ദർശനം എന്നുള്ളത്. അതിൻ്റെ അഭിഷേക സമയമാണ്. ഓട്ടോറിക്ഷയിൽ ഇറങ്ങി അടുത്ത ഒരു രഥം കണ്ടു. രാവിലെ ക്യൂലൊന്നും ആൾക്കാരും ഭക്തജനങ്ങൾ ആരുമില്ല. അപ്പം എൻ്റെ ഞാൻ ഓട്ടോ തിരിച്ചു പോയി. ദേവിക്ക് സമർപ്പിക്കാനുള്ള പട്ട് ഒക്കെയാണ്. എന്തോ ഒരു സ്വീറ്റ് അടക്കമുള്ളൊരു ಅಲ್ಲ ಮಾಲೆ ಹಾಕಿದ್ರೆ ದೇವ್ರಿಗೆ ಹಂಗೆ ಮಡಗಿದ್ದೀವಿ. ಚೀಲ್ಕ ಪಾಲಕ್ಕೆಲ್ಲ ಪೂಜೆ ಸಂಬಂಧ ತಗೊಂಡ್ರೆ ಬನ್ನಿ, ಸೈಡ್ ಬನ್ನಿ, ಹೋಗಿ ಬನ್ನಿ. പൂജയുടെ സാധനങ്ങളാണ്. സൈഡ് പോകാൻ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നു. എല്ലാ കേരളത്തിനും പുറത്തത്തെ ക്ഷേത്രത്തിലെ പോലെ ഇവിടെയും തന്നെ വേസ്റ്റ് അവിടെയും ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ പ്രാക്കളത് കൊത്തി തിന്നാൻ. 7:30 ദർശനം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ 30 രൂപയ്ക്കൊരു എൻട്രി ആണ് ദർശനം. സ്പെഷ്യൽ എൻട്രി ക്യൂ. സ്പെഷ്യൽ ദർശനമാണ്, ദർശന ടിക്കറ്റ്. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും.
കുറേ പേര് അമ്പലത്തിൽ തൊഴാൻ, കുറേ പേര് എക്സസൈസ്, അങ്ങനെയൊക്കെയാണ് അത് കാണുന്നത്. ചാമുണ്ഡി ക്ഷേത്രത്തിനെ പറ്റിയുള്ള കഥ പണ്ട് ഐതിഹ്യങ്ങളനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് മഹിഷാസുരൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. സ്വർഗത്തിലും ഭൂമിയിലും വളരെ നാശം വിധിച്ച ഈ രാക്ഷസനെ കൊണ്ട് ദേവന്മാരും മനുഷ്യന്മാരും എല്ലാവരും കടുത്ത വിഷമത്തിലായിരുന്നു. തൻ്റെ കടുത്ത തപസ്സിൻ്റെ ശക്തി കൊണ്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടും. ബ്രഹ്മദേവൻ്റെ അടുത്ത് നിന്ന് താൻ ഒരു മനുഷ്യനാലും കൊല്ലപ്പെടരുത് എന്ന വരം ലഭിക്കുകയും ചെയ്തു മഹിഷാസുരൻ. അപ്പോൾ മഹിഷാസുരൻ്റെ അഹങ്കാരം വർദ്ധിച്ച് മഹിഷാസുരൻ ദേവന്മാരെയും മനുഷ്യന്മാരെയൊക്കെ ഉപദ്രവിച്ചു തുടങ്ങി. എല്ലാ യുദ്ധങ്ങളും പതുക്കെ ജയിച്ചു വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാ യുദ്ധങ്ങളും ജയിച്ചു കൊണ്ടിരിക്കുന്ന മഹിഷാസുരനെ എങ്ങനെയെങ്കിലും വധിക്കാൻ, മഹിഷാസുരന് ശല്യം സഹിക്കാൻ വയ്യാതെ ദേവന്മാർ എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ ബ്രഹ്മദേവൻ കൊടുത്ത വരത്തിൽ നിന്നൊരു പഴുത് കണ്ടെത്തി. അങ്ങനെ മഹിഷാസുരനേക്കാൾ ശക്തയാകാൻ ദുർഗാദേവിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ ദുർഗാദേവിക്ക് ഒരു ദിവ്യശക്തി നൽകുകയാണ് ചെയ്തത്. ഈ ദുർഗയാണ് ചാമുണ്ടേശ്വരി. തൻ്റെ പുതിയ ശക്തികളും ഒരു സിംഹത്തെ വാഹനമാക്കിയും അവൾ മഹിഷാസുരനോട് ഒരു കുന്നിൻ മുകളിൽ 10 ദിവസം നിർത്താതെ യുദ്ധം ചെയ്യുകയും ഒടുവിൽ മഹിഷാസുരനെ വധിക്കുകയും ചെയ്തു. ആ ദുർഗയുടെ ബഹുമാനാർത്ഥമാണ് ഈ കുന്നിന് ചാമുണ്ഡി കുന്ന് എന്ന് നാമകരണം ചെയ്യുന്നത്.
ദേവീൻ്റെ സിംഹത്തിൻ്റെ രഥമാണ് അത് കാണുന്നത്. അങ്ങനെ കൗണ്ടറൊന്നും തുറന്നിട്ടില്ല, എന്നാലും ഒരു സ്പെഷ്യൽ വാതിലൂടെ 100 രൂപ കൊടുത്ത് സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് സ്പെഷ്യൽ ദർശനം തന്നെ എടുക്കേണ്ടിയിരുന്നു. നേരത്തെ ടിക്കറ്റ് ഒന്നും ഈ പ്രശ്നം വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഒപ്പം ഒരു അതുകൊണ്ടാണ് ഇപ്പോൾ ആ ലഡുവായിട്ട് ഉള്ളിൽ പോയി ദേവീനെ തൊഴുത്, ചാമുണ്ഡി ദേവീനെ തൊഴുത് സുഖമായ ദർശനം നടത്തി. അത്ര അടുത്ത് പോകാൻ കഴിയില്ലെങ്കിലും ഒരു പരിധി വരെ നമ്മൾക്ക് നിന്ന് ദർശനം നടത്താം. തൊഴുത് വണങ്ങി, ചാമുണ്ഡിയെ തൊഴുത് വണങ്ങി ഞാൻ തിരിച്ചിറങ്ങി. ഇനി എങ്ങനെ മൈസൂർ സ്റ്റാൻഡിലെത്തും എന്നുള്ളതിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വാനരന്മാരെങ്ങനെ ചാടി കളിക്കുന്നത് കണ്ടത്. അപ്പോൾ ടെൻറ്റിലൂടെ അങ്ങനെ കുരങ്ങന്മാർ ചാടുന്നത് കാണാൻ നല്ല രസം. അപ്പോൾ അത് കണ്ട് ദേവിയുടെ ഗോപുരം അതിന് പിന്നിലൂടെ കണ്ട ദേവിയെ വണങ്ങി ഞാൻ തിരിച്ച് എൻ്റെ ഹോട്ടലിലേക്ക് നടന്നു. ശേഷം അടുത്ത വീഡിയോയിൽ